വെൽക്കം ടു സാറാസ് കളിനറി എസ്കേപ്സ്. ഇന്ന് ഇവിടെ ഒരു നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/2 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ നെല്ലിക്ക മുഴുവനും നന്നായി മുങ്ങത്തക്ക വിധത്തിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുക. ഇവിടെ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈർക്കിലിയോ മറ്റെന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. വെന്തുവെങ്കിൽ ഈർക്കിലി നന്നായി ഈസി ആയിട്ട് ഇറങ്ങുന്നതായി കാണാം. നെല്ലിക്ക വെള്ളമെല്ലാം തുടച്ച് ഒട്ടും നനവില്ലാതെ എടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ പീസസ് ആക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇവിടെ എല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പിൻ്റെ കൂടെ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. വിനാഗിരിയും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ അത് വേഗം ആ നെല്ലിക്കയിൽ അതെല്ലാം പിടിക്കും. ഇനി എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിൽ ചേർക്കേണ്ട മസാലകൾ: 2.5 ടീസ്പൂൺ മുളക് പൊടി, വെളുത്തുള്ളി 20 അല്ലി ചെറിയ സൈസായിട്ട് പിളർന്നത്, ഇഞ്ചി 2 ചെറിയ കഷ്ണം, കടുക് 1 ടീസ്പൂൺ ഫുള്ള്, കായം 1/2 ടീസ്പൂൺ, ശർക്കര 1 ചെറിയ കഷ്ണം, ഉലുവ 1/4 ടീസ്പൂൺ, മഞ്ഞൾ 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഇവിടെ നമുക്ക് സ്റ്റൗ കത്തിച്ചു. ഇവിടെ നമ്മൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. 2.25 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നല്ലെണ്ണ ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല. നല്ല അച്ചാറുകൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ അത് നല്ലതാണ്. എണ്ണ ചൂടായി നമുക്ക് കടുക് ഒരു ഫുൾ ടീസ്പൂൺ കടുകിടുക. ഇനി ഇവിടെ ഒരു 4 വറ്റൽമുളക് ഇടുന്നുണ്ട്. നേരത്തെ അത് പറഞ്ഞിരുന്നില്ല. അത് 4 വറ്റൽമുളക് ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ഐറ്റങ്ങൾ കൂടെ നമുക്ക് ഇടാം. കറിവേപ്പില ഇടാം. അതിന് ശേഷം വെളുത്തുള്ളി മറ്റു അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഇനിയും ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതായി മൂക്കണം. അച്ചാറുകൾ കുറേ കാലത്തേക്ക് കേടുകൂടാതെ ഇരിക്കേണ്ടതാണല്ലേ. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂക്കണം. അതിനകത്ത് വെള്ളാംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മൂത്താൽ പിന്നെ ഒരിക്കലും നമ്മുടെ അച്ചാറുകൾ കേടുവരികയില്ല.
ഇത് പാകമാണ്. ഇപ്പോൾ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഈ പാകത്തിലാണ് നമ്മളിനി അടുത്ത നമ്മുടെ മുളക് മുളകും മഞ്ഞളും ഒക്കെ ചേർക്കുന്നത്. ഇനി മുളക്, മഞ്ഞൾ, ഉലുവാപ്പൊടി ഇതെല്ലാം അതിനകത്തിടാം. ഇട്ടതിന് ശേഷം നമുക്കത് തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുളക് പൊടിയും ഇതോട്ട് തീ ഓഫ് ചെയ്യാം. ഇതിനി ഈ മസാല മിക്സ് ആക്കാൻ വേണ്ടി നമ്മൾ 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം. അത് മസാലകൾ എല്ലാം കൂടെ മിക്സ് ആകിയത് നമ്മൾ വെള്ളത്തിന് പകരമാണ് നമ്മളിവിടെ വിനാഗിരി ഒഴിക്കുന്നത്. മസാലയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വിനാഗിരി ഇവിടെ ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നെല്ലിക്ക ആഡ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്ത് നമ്മൾ കായപ്പൊടി ചേർത്തിട്ടില്ല. കായപ്പൊടി ചേർക്കേണ്ട ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി നമ്മളിവിടെ ചേർത്തു. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഉപ്പ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നേരത്തെ 2.5 സ്പൂൺ ഉപ്പ് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതിനകത്തോട്ടൊരു 1.5 സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നു. അതുപോലെ നമ്മൾ ഒരു കഷ്ണം ശർക്കര വെച്ചിരുന്നു. ആ ശർക്കര പൊടിച്ച് ഇപ്പോൾ ഇവിടെ ചേർക്കും. വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വിനാഗിരി അച്ചാറിന് നല്ലതാണ്. കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി വിനാഗിരി എപ്പോഴും നല്ലതാണ്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എല്ലാം പാകമാണ്. എരിവും പുളിയും ഒക്കെ ഉപ്പും എല്ലാം പാകമാണ്. ഇവിടെ അച്ചാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അച്ചാറാണ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.